ലൈംഗിക പീഡന കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ജില്ല വിട്ടാൽ മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്ന നിയമോപദേശത്തിന് പിന്നാലെ രാഹുൽ പാലക്കാട്ടേക്ക് മടങ്ങിയെത്തിയതായി ആണ് സൂചന. പാർട്ടി വേദികളിൽ രാഹുലിന് വിലക്കേർപ്പെടുത്താൻ കോൺഗ്രസ് നീക്കം ആരംഭിച്ചിട്ടുണ്ട്. പരിപാടികളിൽ പങ്കെടുപ്പിക്കരുത് എന്ന് DCCകൾക്ക് നിർദ്ദേശം നൽകും. അതിനിടെ രാഹുലിനെ ന്യായീകരിച്ച് കോൺഗ്രസ് മുഖപത്രത്തിൽ എഡിറ്റോറിയൽ വന്നിട്ടുണ്ട്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന തലക്കെട്ടിലാണ് വീക്ഷണത്തിലെ മുഖപ്രസംഗം. അതേസമയം രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമെന്ന പരാതിക്കാരിയുടെ മൊഴിയും പുറത്തുവന്നു. സലിം മാലിക്, നിഖിൽ പ്രമേഷ് എന്നിവർ വിശദാംശങ്ങളുമായി. ആദ്യം പോകുന്നത് സലിം മാലിക്കിലേക്കാണ്. സലിം, ഇതിലിപ്പോൾ ഈ കൂടുതൽ മൊഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ ഇന്നലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യങ്ങൾ അത് ഇന്നലത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഏത് സാഹചര്യത്തിലാണ് ഇവരുമായി പരിചയപ്പെട്ടത് എന്നൊക്കെ പറയുന്നത്. അതിലും ഒരു കാര്യം ഇതിൽ വന്നിട്ടുള്ളത്, ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നും സമ്മതിക്കാതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുമായി പരിചയമുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ വിവാഹിതയാണ് എന്നുള്ള കാര്യം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പക്ഷേ ഈ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളതിൽ കുറച്ചുകൂടി വ്യക്തതയോടെ അവർ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഒഴിഞ്ഞതിന് ശേഷമാണ്, എത്ര കാലം ആ ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ആ വാദങ്ങളൊന്നും നിലനിൽക്കില്ല എന്നതും ബോധ്യമാവുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് നിലവിൽ ഇതിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മൊഴിയിലെ വിശദാംശങ്ങൾ? അനുജ, ഈ വിവാദം, ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്നവരും പറഞ്ഞിരുന്ന ഒരു പ്രതിരോധം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിരോധമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ തന്നെ ജാമ്യാപേക്ഷയിലൂടെയും ഒപ്പം പെൺകുട്ടിയുടെ മൊഴിയിലൂടെയും പൊളിഞ്ഞു വീഴുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ കാര്യം. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്ന ആ ശബ്ദ സന്ദേശം തൻ്റേതാണെന്ന് സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. മാധ്യമങ്ങൾ ഉൾപ്പെടെ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ്, എല്ലാം സത്യം ബോധ്യമാകും എന്നൊക്കെയുള്ള നിലപാടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അതല്ലാതെ തൻ്റെ ശബ്ദമാണ് എന്ന് ഒരു ഘട്ടത്തിൽ പോലും സമ്മതിച്ചിരുന്നില്ല. ഇപ്പോൾ കോടതിയിൽ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മറ്റ് വഴികളൊന്നുമില്ലാതെ ശബ്ദം തൻ്റേതാണ് എന്ന് സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതൊരു ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. തൻ്റെ ശബ്ദം തന്നെയാണ് പുറത്തു വന്നത് എന്ന് സമ്മതിക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിലെ തന്നെ സമ്മതം, രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ സമ്മതം യുവതി ഗർഭചിത്രത്തിന് വിധേയയായി എന്നുള്ളതാണ്. മാത്രമല്ല താൻ അറിഞ്ഞു എന്നുള്ളതും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ജാമ്യാപേക്ഷയിലൂടെ ബോധിപ്പിക്കുകയാണ്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായി ഏറ്റവും കൂടുതൽ രാഹുൽ അനുകൂലികൾ പങ്കുവച്ച പ്രധാനപ്പെട്ട കാര്യം, വിവാഹിതയായി എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് രാഹുലുമായി ഈ യുവതി അടുപ്പത്തിലായത് എന്നുള്ളതാണ്. അക്കാര്യവും രാഹുൽ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിലൂടെ പൊളിക്കുന്നുണ്ട്. യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് എന്നും രാഹുൽ സമ്മതിക്കുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിലൂടെ തനിക്കെതിരെ ഉയർന്ന പല ആരോപണങ്ങളും സമ്മതിക്കുകയാണ്. ഒപ്പം ഈ യുവതിയുടെ മൊഴിയും നിർണായകമാണ്. കാരണം ഈ വിവാഹം നടന്നത്, ആദ്യം വിവാഹം നടന്നത് 2024 ഓഗസ്റ്റ് 22-നാണ്. വെറും 4 ദിവസം മാത്രമാണ് ഒരുമിച്ച് ജീവിച്ചത് എന്ന് പറയുന്നു. അതിനുശേഷം ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ബന്ധമൊഴിയുകയും ചെയ്തു. രാഹുലുമായി പരിചയപ്പെടുന്നത് പിന്നീട് 5 മാസത്തിന് ശേഷമാണ് എന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലികളും നടത്തുന്ന എല്ലാ പ്രതിരോധങ്ങളെയും പൊളിക്കുന്ന തരത്തിലുള്ളതാണ് യുവതിയുടെ മൊഴി. യുവതിയുടെ മൊഴിക്കും അപ്പുറത്തേക്ക് രാഹുൽ തന്നെ സ്വയം കുറ്റസമ്മതം നടത്തുന്ന നിലയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദങ്ങൾ നടത്തിയിരിക്കുന്നതും. അനുജ, അതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ പല കാര്യങ്ങളും സമ്മതിക്കുന്നുണ്ട്. അത് മുൻകൂർ ജാമ്യ ഹർജിയിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു. പക്ഷെ പല കാര്യങ്ങളും പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ് എന്നുള്ളത് പെൺകുട്ടി നൽകിയ മൊഴിയിൽ നിന്നും വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.